വിഷ്ണുജ, കുറച്ചുകൂടി ശ്രദ്ധിക്കണം കേട്ടോ. ജാക്സൺ കേറ്റി. ഹോ, എങ്ങനെ ഒപ്പിച്ചടാ 50-ൽ 4 മാർക്ക്? ആ, നീ പോകല്ലേ. നിന്നെ എന്നിട്ട് അതിലെ ആ 13-ാമത്തെ ഉത്തരം ഒന്ന് വായിച്ചേ. വായിക്കട ഉത്തരം. ചോദ്യം ഇതാണ്: മഴയുണ്ടാകുന്നത് എങ്ങനെ? വായിക്കേ. അവൻ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. വായിക്കടാ. ഉറക്കെ വായിക്കാൻ. കേട്ടല്ലോ എല്ലാവരും, മഴയുണ്ടാകുന്നത് എങ്ങനെയാണെന്ന്. അവന്റെ ഒരു ചറപറ. ആ, കൊണ്ടുപോയി അപ്പനെ കൊണ്ട് ഒപ്പിടിച്ചോണ്ട് വാ. ചെല്ല് മരമണ്ടൻ. 4 1 7 2 9 5 14 21. ഹോ, ഇത്രയും കാലം സഞ്ചിയും കൂടെയൊക്കെ എടുത്ത് സ്കൂളിൽ പോയിട്ട് എല്ലാ വിഷയത്തിനും കൂടെ 21 മാർക്കേ കിട്ടിയോളാം. ഒരുപാട് സങ്കടമുണ്ട് കേട്ടാ. നിങ്ങൾ ആ ചെക്കനെ ഇങ്ങനെ പ്രാകല്ലേ. അവന് പഠിച്ചിട്ട് കിട്ടാത്ത രാത്രിയൊക്കെ എന്തോരം ഇരുന്ന് പഠിക്കുന്നതാ. ജാക്സൺ വളർന്നു, കൂടെ അവന്റെ നമ്പറുകളും. എന്താ എന്ത് പറ്റിയാടാ? അത് സൈക്കിളിൽ വരുമ്പോ തല ചുറ്റി വെറുതെ പാടത്തേക്ക് വീണെന്നാ പറയണത്. വണ്ടി വിളിക്കട്ടെ പോയി. ആരെങ്കിലും ഒന്ന് പോയി ഓട്ടോറിക്ഷ വിളിച്ചോണ്ട് വാ. ഒന്ന് വേഗം നടക്ക്. ഇതൊരു വാമൊഴി മാത്രമാണ്. സത്യത്തിൽ സംഭവിച്ചത് അതായിരുന്നില്ല. അങ്ങനെ എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോഴും സ്കൂളിലെ നാരായണൻ മാഷ് അവന്റെ പോസിറ്റീവ്സിനെ കണ്ടെത്തി. ആരാ പറഞ്ഞത് നിനക്ക് കഴിവില്ലെന്ന്? ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ നീ അത് വിശ്വസിക്കണ്ട. കാരണം അത് തെറ്റാണ്. പഠിക്കാൻ കഴിവില്ലാത്ത എത്രയോ ആൾക്കാർ കലാകാരന്മാരായിട്ടുണ്ട്, ശാസ്ത്ര കായിക സാമൂഹിക പ്രതിഭകളായിട്ടുണ്ട്. എന്തിലാണ് നിന്റെ കഴിവെന്ന് നീ സ്വയം കണ്ടെത്തണം. എല്ലാ മത്സരങ്ങളിലും പങ്കെടുക്കണം. കഥാരചന, പാട്ട്, കവിത, കൂടെ അല്പം പഠനവും. എന്താ? നമ്പർ 7. ചെമ്പരത്തി പൂവേ ചൊല്ല്, ദേവനദി കണ്ട, ദേവനദി കണ്ടേ. ചെമ്പരത്തി പൂവേ ചൊല്ല്, ദേവനദി കണ്ടേ. അമ്പലത്തിൽ ഇന്നല്ലയോ സ്വർണ്ണരഥഘോഷം. ചെമ്പരത്തി പൂവേ ചൊല്ലു, ദേവനദി കണ്ടോ. അമ്പലത്തിൽ ഇന്നല്ലയോ സ്വർണ്ണരഥഘോഷം. അയ്യോ, ഞാൻ ഒന്നുകൂടി പാടാം. ഈ പാട്ട് ഇങ്ങനെയും പാടാമെന്ന് നാരായണൻ മാഷ് ഇന്നാണ് മനസ്സിലാക്കിയത്. കുഴപ്പമില്ലായിരുന്നു, എന്നാ ചില കുഴപ്പങ്ങളുണ്ടായിരുന്നു. ഏതായാലും പാട്ടിനി വേണ്ട. എല്ലാവരാലും പരിഹാസ്യനായി അവൻ കൂടുതൽ അന്തർമുഖനായി. ആരോടും കൂട്ടുകെട്ടില്ല. അങ്ങനെ 9-ാം ക്ലാസിന്റെ തുടക്കത്തിൽ ആ വിദ്യാഭ്യാസ ജീവിതത്തിന് തിരശ്ശീല വീണു. ഈ പണിയൊക്കെ ഒന്ന് തീർത്തിട്ട് വേണം ഇനി പാർത്തു പോകാൻ. ഇന്നും സഹായത്തിന് 2 പേര് കൂടുതലുണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല. എടാ ജാക്സൺ, വരാന്ന് പറഞ്ഞില്ലേ? ഏത് നേരം നോക്കിയാലും ഈ ചെത്തിമിനുക്ക് തന്നെ ചെത്തിമിനുക്ക്. ഈ ചാണകത്തിലും ചെളിയിലും കിടന്ന് ഉരുളാൻ പോണ ഇവൻ എന്തിനീ മോന്ത എങ്ങനെ മിനുക്കി കൂട്ടുണ്ടാവോ? ആ ഓമനയുടെ മോളെ കാണിക്കാൻ, അല്ലാതെ എന്തിനാ? ഞാൻ കാണുന്നുണ്ട് അവളെ കാണുമ്പോ നിനക്കുള്ളൊരു ഇളക്കം. നാശം എന്തറിഞ്ഞിട്ട് ഈ കിടന്ന് ചലക്കണേ? ആ നാക്കൊന്ന് വായിൽ അടക്കിട്. കാലത്തന്നെ ഒരു കാര്യം പതുക്കെ പറയാൻ അറിയില്ലല്ലോ. പതുക്കെ പറഞ്ഞാൽ തന്നെ കൊരട്ടി പള്ളി കേക്കാം. വന്നിപ്പോ എന്റെ ഒറ്റക്കായ കുറ്റം. പോകുമ്പോ ദേവനോട് ഒന്നുകൂടി പറഞ്ഞേക്ക് പാടത്ത് വരാൻ. മുട്ടിപ്പായി വിളിച്ചോണ്ടിരുന്നില്ലെങ്കിൽ അവള് വേറെ വല്ല പണിക്കും പോവും. നീ വന്ന് കഞ്ഞി കുടിച്ചിട്ടേ പാടത്തേക്ക് വന്നാ മതി. ബ്രാൻഡിക്കാരനെ നോക്കി നിന്നിട്ട് കാര്യമൊന്നുമില്ല.
കാലായിട്ട് നമ്മുടെ ചെറുപ്പക്കാര് പിള്ളേരാരും നേരെ നോക്കിയല്ല. എല്ലാം അവനും കുരിഞ്ഞിരുന്നോണ്ട് ഈ കുത്തലും ഈ തലോടലും ഒക്കെ തന്നെയാ. നമ്മുടെ അശോകന്റെ ചെക്കന്റെ കയ്യിലിരിക്കുന്ന സാധനം കാണണം. ഞാൻ നോക്കുമ്പോ അവനെന്തോ തേക്കുന്നു. ഞാൻ വിചാരിച്ചു ഇവനെന്നാ ഈ വെറ്റില മുറുക്ക് തുടങ്ങിയെന്ന്. ഈ വെറ്റിലെ ചുണ്ണാമ്പ് തേക്കുന്ന പോലെയാണെന്നേ തേക്കുന്നത്. ചോദിച്ചു നോക്കിയപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. ആൻഡ്രൂ, ടച്ചിങ് ക്രീം പുതിയ മൊബൈലാ. ആ എടാ ജാക്സോ, പണിയൊക്കെ അവിടെ മര്യാദക്ക് നടക്കുന്നുണ്ടോടാ? ആ നമ്മുടെ രാഘവട്ടന്റെ മോനില്ലേ, അവൻ ഇന്നലെ ഗൾഫിൽ പോയി. അവൻ പോയോ? എടാ ചെലവ് ചെയ്തില്ലല്ലോ പന്നി. ആ പോട്ടെ, രക്ഷപ്പെടട്ടെ. എടാ ജാക്സോ, നിന്റെ കൂട്ടുകാരൊക്കെ പോണ പോക്ക് കണ്ടില്ലേ? എടാ നീ ഇങ്ങനെ ചാണകവും ചുമന്ന് നടന്നാ മതിയോ? എടാ വല്ല ITC ഒക്കെ പാസ്സായി ഗൾഫിൽ പോകാൻ നോക്ക്. എടാ ഒന്ന് രക്ഷപ്പെട്. കല്യാണപ്രായമൊക്കെ ആയില്ലേ? അവനിപ്പോ ഗൾഫ്, ഇവിടെ തന്നെ ഗൾഫ് അല്ലേ? എടാ ജാക്സ, നീ ആ കൃഷി ഓഫീസ് വരെ പോയിട്ട് വിത്തൊന്ന് വാങ്ങിച്ചിട്ട് വേണം. 2 ദിവസം കഴിയട്ടെ. എടാ അപ്പഴേക്ക് സപ്ലൈ തീരും. നീ പറ്റി ഇന്ന് തന്നെ ഒന്ന് ചെല്ലേ. 5 രൂപ കൂടുതലെടുത്തോ. കടിയൊന്നും വേണ്ടടാ. വേണ്ട, പിന്നെ മതി. നാണു കേട്ടോ, കടിയൊക്കെ ആവശ്യത്തിന് അവിടെ ഉണ്ട്. ജാക്സോ, എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചോടാ, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഒരു ഊന്ന് കൊടുത്തോ, വെറുതെ ഇരിക്കല്ലേ. ആവശ്യത്തിന് കിട്ടിയല്ലോ. അവനെ എന്നെ കണ്ട പ്രാന്ത. ഞാൻ വെറുതെ എന്നാലും അവനെ സമ്മതിക്കണം കേട്ടോ. 4 പോത്തിന്റെ പണി ചെയ്യും. ഈ കമ്പ്യൂട്ടർകാരൊക്കെ ഉണ്ടല്ലോ, അവനെ കണ്ട് പഠിക്കണം. നല്ല കാശുണ്ട് അവന്റെ കാണൂല്ലോ. അവനെന്തുട്ടാ ചെലവ്? അങ്ങനെ അധ്യാപകരും ഉറ്റവരുമെല്ലാം മണ്ടൻ എന്ന് മുദ്രകുത്തിയ ആ പയ്യൻ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ലോകം ആദരിക്കുന്ന തോമസ് ആൽവ എഡിസണായി മാറി. ലോകം ആ മഹാന് മുൻപിൽ തലകുനിച്ചു. എന്റെ കർത്താവേ, എടാ ജാക്സ, ഒന്നിങ്ങ് വാടാ. എന്റെ മനുഷ്യ, ആ വേലിപ്പത്തലെ കടന്ന് ഉരുളല്ലേ. ഇന്നലെയും കൂടി പാമ്പിനെ കണ്ടത് അവിടെ. നീ പോടി, അവരെക്കാളും വലിയ പാമ്പായി തോമ. സവാരി ഗിരിഗിരി ഗിരിഗിരി വന്ന് വന്ന് ഇപ്പൊ ചാരായുമായി. ഇതെവിടുന്ന് കിട്ടുന്നു നാശം. എടാ ജാക്സ, എടാ നീ ആ കുന്ത്രാണ്ടത്തിന് മുന്നിൽ എഴുന്നേറ്റ് വന്ന അപ്പനെ പിടിച്ചോണ്ട് വാടാ. വേണ്ട കടന്ന് നീന്തണോ? എന്തുട്ടേ കിടന്ന് കാട്ടണേ? എടഞ്ഞ കൊമ്മന്റെ കണ്ണില് തോട്ടി കേറ്റല്ലേ മോനെ ദിനേശ. ചാവിട്ടി താഴ്ത്തും നിന്നെ ഞാൻ പാതാളത്തിലേക്ക്. എനിക്കിതൊന്നും പറ്റില്ല കേട്ടോ. അവരോട് വരണ്ടോ? നീ എന്നെ പിടിക്കുന്നത് വേണ്ട. നീ ഇന്ന് സിനിമയ്ക്ക് പോയില്ലടാ. നമ്മുടെ മാതയിൽ. ആ കണ്ടു, മാതയില്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? സത്യം പറയണം. എന്നെ ഇഷ്ടാണോ? എന്നെ ഇഷ്ടമാണോന്ന്? എന്നാലേ അങ്ങനെ വേണ്ട. നമ്മൾ കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം. നമ്മൾ ഇഷ്ടപ്പെട്ടാലും അപ്പനോടൊക്കും. കുറച്ചെങ്കിലും അറിവും വിദ്യാഭ്യാസം ഉള്ള ഒരാൾക്ക് അപ്പൻ എന്നെ കെട്ടിച്ചു കൊടുക്കുള്ളൂ. ഒന്നുകിൽ ഒരു ബിടെക്കുകാരൻ, അല്ലെങ്കിൽ ഒരു IT കാരൻ. അല്ല, എനിക്കും അതൊക്കെ തന്നെയാണ് ഇഷ്ടം. പിന്നെ എന്റെ കല്യാണം വരെ വേണമെങ്കിൽ ജാക്സൺ എന്നെ പ്രേമിച്ചു. പക്ഷെ തമാശക്കായിരിക്കണം, ഓക്കെ? ഗൾഫിൽ ജോലി, നല്ല ശമ്പളം, പെർഫെക്റ്റ് ഇംഗ്ലീഷ്. നീ വിഷമിക്കണ്ട. ഈ ജോലിക്കൊന്നും ഒരന്തസ്സു കുറവുമില്ല. നമ്മൾ എന്താണെന്ന് തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ വിജയം. നമ്മുടെ ഇഷ്ടങ്ങൾ, അതാണ് നമ്മൾ. ഒരുപക്ഷെ നമ്മുടെ ഇഷ്ടങ്ങൾ
മറ്റുള്ളവർ ഉൾക്കൊള്ളണമെന്നില്ല. നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ധൈര്യമായി ചെയ്യണം. വിജയം സുനിശ്ചിതം.